സംസ്ഥാനത്തും ഫുട്ബോൾ ആവേശമാണ്. എറണാകുളം കറുകപ്പള്ളിയിൽ നിന്ന് കെ പ്രശാന്തും തിരുവനന്തപുരം ലോ കോളേജിന് മുന്നിൽ നിന്ന് ആതിര രാധാകൃഷ്ണനും ചേരുകയാണ്. ആദ്യം കെ പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്തെ, നമുക്കറിയാം സ്വാഭാവികമായും അർജന്റീനൻ ആരാധകരാണ് കേരളത്തിൽ കൂടുതലുള്ളത്. ഇപ്പോൾ മെസ്സി ഒരു പെനാൽറ്റി പാഴാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആവേശത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ടോ അവിടെ? ശ്രീജ, ഇവിടെ വലിയ ആവേശം തന്നെയാണ്. ആ ആവേശം അർജന്റീന പിന്നിലായതിന്റെ ആവേശമാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വരുമ്പോഴേക്ക് ബ്രസീലിന് വലിയ ആരാധകരുള്ള ഒരു സ്ഥലമാണ് കറുകപ്പള്ളി. അതോടൊപ്പം തന്നെ ഫ്രാൻസിന്റെ ആരാധകരുണ്ട്, ഇംഗ്ലണ്ടിന്റെയും ജർമ്മനിയുടെയൊക്കെ ആരാധകരുണ്ട്. അവരൊക്കെ തന്നെ അർജന്റീനയ്ക്കെതിരെ ഈജിപ്ത് ഗോൾ അടിച്ചതോടുകൂടി തന്നെ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അതിനു മുമ്പ്, അതായത് അർജന്റീന ആരാധകരാകട്ടെ, അവർ മെസ്സിയുടെ അവർ ബ്രസീലിന്റെ കളിക്കാരുടെ പതാകകൾ പുതപ്പിച്ച കളിക്കാരുടെ ഒരു രൂപം പതാകകൾ പുതപ്പിച്ച് ഇവിടെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വലിയ തരത്തിൽ, അതായത് ഈ ആവേശമുണ്ട് ഒരു സ്ഥലത്ത്, അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതിശക്തമായ രീതിയിൽ തന്നെ പരസ്പരം കൂക്കി വിളിച്ചുമൊക്കെ തന്നെയാണ് ഈ മത്സരത്തിന്റെ ആവേശം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യ പകുതിയിൽ ശ്രീജ പറഞ്ഞ പോലെ തന്നെ ആദ്യ പകുതിയിൽ ഈജിപ്തിന്റെ ആധിപത്യം എന്ന് നമുക്ക് പറയാം. അതായത് വളരെ കൃത്യമായി തന്നെ കൃത്യമായ ഡിഫൻസ് ഈജിപ്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഒപ്പം തന്നെ അതിശക്തമായ മുന്നേറ്റമാണ് മുഹമ്മദ് സലയുടെയും അതുപോലെ അഷോറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മിഡ്ഫീൽഡ് ആണ് ഈജിപ്തിന്റെ കളി ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും അർജന്റീന ആരാധകരെല്ലാം തന്നെ വലിയ ആവേശത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ആദ്യ പകുതിയിൽ ഒരു ഗോൾ പിന്നിലാണ്. ഇല്ല, അങ്ങനെ ജയിക്കും ചേട്ടാ, അങ്ങനെ ജയിക്കും. അടുത്ത കളി നല്ല അടിപൊളിയായിട്ട് കളിക്കണ. പക്ഷെ ഇവര് കാണിച്ചൊക്കെ തെണ്ടിത്തരോ? ഈ റൊണാൾഡോന് കളി കഴിയാതെ പോകാൻ പറ്റുമോ? ഒരു കളി കഴിയാതെ ഇപ്പോഴും മെസ്സി ഒരു പെനാൽറ്റിയാണ് മെസ്സി ഒരു റെക്കോർഡും കൂടിയിട്ടെന്ന് അർജന്റീനയ്ക്ക് ഇവിടെ പ്ലേ ഗ്രൗണ്ടില് സെവൻസ് കളിക്കാൻ വന്ന ആൾക്കാർക്ക് തിരിച്ചടിച്ചേക്കണ്. അൻസാരി എന്ന് പറഞ്ഞ ആരാണ്ട് മെസ്സിക്ക് റെക്കോർഡാണ്. ഗോട്ട് മെസ്സിക്ക് പെനാൽറ്റി അടിക്കാൻ അറിയാൻ പാടില്ല. ഗോട്ടാണ് ഗോട്ട്. ഇതാണ്, അതായത് വലിയ ആവേശമാണ്. ഇവര് ഇതിൽ കുറച്ച് ഫ്രാൻസുകാരുണ്ട്. നമ്മളെ ഇപ്പോൾ സംസാരിച്ച ആളൊക്കെ കഴിഞ്ഞ തവണ ഫ്രാൻസിന് വേണ്ടി ഇവിടെ വലിയ രീതിയിൽ ആവേശം കൊണ്ട ആളുകളാണ്. അങ്ങനെ ഫ്രാൻസുകാരുണ്ട്. ഒപ്പം തന്നെ തള്ളിപിടിക്കണത് ഞങ്ങൾക്ക് ഫ്രാൻസിനുള്ള കപ്പ്. ഈ കപ്പ് ഫ്രാൻസിനുള്ളതാണ്. ഫ്രാൻസിന് കപ്പുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇപ്പോഴും അർജന്റീന ആരാധകർ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. അർജന്റീന ആരാധകർ ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇതാണ്, അതായത് ബ്രസീല് പോയി, ജർമ്മനി പോയി, ഇനി അർജന്റീനയും പോകും, പോർച്ചുഗലും പോയതുകൊണ്ട് അർജന്റീനയും പോകുമെന്ന് പറയുന്ന ആരാധകരൊക്കെ തന്നെയുണ്ട്. ഏതായാലും അർജന്റീനയുടെ ആരാധകരെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ആദ്യ ഹാഫേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ അടുത്ത പകുതിയോടുകൂടി തന്നെ ടീം കൃത്യമായ ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മൊമെന്റം തിരിച്ചെടുക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഒരു 60 മിനിറ്റോടുകൂടി തന്നെ ടീമിൽ ഇപ്പോൾ നിലവിൽ കളിക്കുന്ന ലൈനപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോർത്താരോ മാർട്ടിനസ് അടക്കം ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച് വരുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടെ വേഗത, മൂർച്ച അർജന്റീനൻ മുന്നേറ്റത്തിന് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈജിപ്തിന്റെ ഗോളിയുടെ മികവ് തന്നെയാണ്. മെസ്സിയുടെ പെനാൽറ്റി തടുക്കുന്നു. അതോടൊപ്പം തന്നെ സുവർണ അവസരങ്ങളെന്ന് കരുതിയ നിരവധി അവസരങ്ങൾ തടുത്തിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് അർജന്റീന 1-0 പിന്നിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഏതായാലും ഹാഫ് ടൈം ആണ്. അടുത്ത പകുതിയിൽ ആരായിരിക്കും ആധിപത്യം എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഗോളിൽ തന്നെ ഈജിപ്ത് മുന്നോട്ട് പോകുമോ എന്നുള്ളത് നമുക്കറിയേണ്ടത്. ഏതായാലും മുഹമ്മദ് സലയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ആക്രമണമാണ് ഈജിപ്ത് മുന്നോട്ട് വെക്കുന്ന. പ്രത്യാക്രമണം അർജന്റീനയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിന് മറുപടി, ഈ ഒരു ഗോളിന് മറുപടി എത്ര ഗോളാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗോളിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ശ്രീജ, തീർച്ചയായും പ്രശാന്ത്, എന്തായാലും ഈ വേൾഡ് കപ്പിലെ ഒരു ആവേശം അങ്ങ് മത്സരത്തിൽ കാണുന്നതിനേക്കാൾ വലിയൊരു പോരാട്ടം തന്നെ ഇവിടെ നമുക്ക് ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം.